ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാനഡയിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താ വ്യത്യാസങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വന്നിരിക്കുന്നത്. 8 മണിക്ക് ഒരു ട്രെയിൻ വരും. ഇപ്പോൾ ഏകദേശം 8 മണി ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ആ ട്രെയിൻ വരാറായിട്ടുണ്ട്. ബാക്കിലൊക്കെ അതേ കുറേ ഗുഡ്സൊക്കെ കിടക്കുന്നുണ്ട് കണ്ട ബാക്കിൽ. അപ്പം നമുക്ക് ആ ട്രെയിൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റുപാടൊക്കെ കുറേ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂക്കൾ കണ്ടപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ പിടിക്കാണ്ട് പറ്റില്ല. കാണാത്ത കുറേ വെറൈറ്റി ചെടികൾ ഇവിടെ ഞാൻ കണ്ടു. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ കേട്ടോ. നമ്മുടെ ലൻഡാനര പോലത്തെ ചെടിയൊക്കെ ഇവിടെ ഞാൻ കണ്ടു. ലൻഡാനയല്ല, അതുപോലെ സാമ്യമുള്ള ചെടികൾ. പിന്നെ ഈ ഒരു മഞ്ഞച്ചെടി കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ചെറിയ നമ്മുടെ കടുകിൻ്റെ പൂ പോലെ ഉണ്ട് ഈ പൂക്കൾ. പേരൊന്നും കിട്ടൂല ഇതിൻ്റെ ഒന്നും. അപ്പോൾ ഇതുപോലെ കുറേ തരം ചെടികൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുള്ളത് സ്ട്രാറ്റ്ഫോർഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു സ്ട്രാറ്റ്ഫോർഡ് എന്ന്. അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഓഫീസ് പോലെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ട്രെയിൻ ലേറ്റ് ആയാലൊക്കെ ഇവിടെ വന്നിരിക്കാം നമുക്ക്. ക്ലോക്ക് റൂം പോലെ, നാട്ടിൽ ക്ലോക്ക് റൂമില്ല, അതുപോലെ ഒരു സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ 8 മണിക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് 20 മിനിറ്റ് ലേറ്റ് എന്ന് നമ്മൾ കാണാൻ വന്ന ട്രെയിൻ. ഞങ്ങൾ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കണ്ട. ഇതുപോലെ കുറേ ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാരെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ പേരൊക്കെ ഇതിലുണ്ട്. എല്ലാ ഇംഗ്ലീഷുകാരുടെ പേരുകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ കണ്ട. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കി ഇവിടെ നിന്ന് ഞങ്ങൾ. പിന്നെ നമുക്ക് ട്രെയിൻ വരുന്ന സമയമൊക്കെ ഇവിടെ കാണിക്കും. ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് തോമസ് എഡിസൺ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. തോമസ് എ എഡിസൺ എന്നാണ്, തോമസ് ആൽവ എഡിസൺ എന്നാണ് ഫുൾ നെയിം. ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൾ അമേരിക്കൻ ഇൻവെൻറ്റർ ആയിരുന്നു. കുറേ ഡിവൈസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ വലിയൊരു ബിസിനസ് ആയിരുന്നു. ഇവിടെ ടെലഗ്രാഫ് ഓപ്പറേറ്റർ ആയിട്ടാണ് സ്ട്രാറ്റ്ഫോർഡിൽ വർക്ക് ചെയ്തത്. 8 മണിന്ന് ആദ്യം പറഞ്ഞു. ഇപ്പോൾ അതിനാണ് എഴുതി കാണിക്കുന്നത് 8:21 ട്രെയിൻ വരുള്ളൂ. അപ്പോൾ കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഡിസ്പ്ലേയിൽ ഇത് എഴുതി കാണിക്കുന്നതാണ്ട. സർണിയ 8:21 അറൈവൽ കാണിക്കുന്നത്. കറക്റ്റ് ടൈമിന് ഇത് തന്നെ നമ്മുടെ ട്രെയിൻ വന്നു. ദൂരന്ന് വരുന്നത് കേട്ടോ ഈ കാഴ്ച. 8:21 തന്നെ സ്ട്രാറ്റ്ഫോർഡ് സ്റ്റേഷനിൽ ട്രെയിൻ എത്തി. നല്ല വലിയ ട്രെയിനാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. എന്താ ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കിയാൽ എന്ത് രസമാണ്. നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരതിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് നോക്കുമ്പോൾ. ലോക്കോ പൈലറ്റ് ഇത് പെണ്ണൊന്നും കൈ കൊണ്ട് കാണിക്കുന്നുണ്ട. പുറത്തേക്ക് കൈ കൊണ്ട് ടാറ്റ തരുന്നുണ്ട്. നമ്മുടെ സ്റ്റേഷനിൽ വന്ന് നിന്നു ട്രെയിൻ. നല്ല നീളമുണ്ട് ട്രെയിന്. ഒരു കുറച്ച് വയ്യാത്തൊരു അമ്മാമ്മ അതേ അവിടെ കയറാൻ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാ പാസഞ്ചേഴ്സും കയറൽ കഴിഞ്ഞു. ട്രെയിൻ വന്ന് നിർത്തിയ വഴിക്ക് ഇറങ്ങേണ്ടവർ ഇറങ്ങി, കയറേണ്ടവരൊക്കെ കയറി. അമ്മാമ്മയ്ക്ക് വയ്യാത്ത കാരണം അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ ട്രെയിനിൽ ലിഫ്റ്റ് സിസ്റ്റം ഉണ്ട്. ഒരു ബട്ടൺ അമർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലിഫ്റ്റ് പുറത്തേക്ക് വരും അമ്മാമ്മനെ കയറ്റാൻ വേണ്ടിയിട്ട്. അതേ വരുന്നുണ്ട് ലിഫ്റ്റ്. അമ്മാമ്മ ലിഫ്റ്റിന് വേണ്ടി ഇതേ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്താ അല്ലേ, നാട്ടിൽ ഇതുപോലെയൊക്കെയുള്ള സിസ്റ്റം ഉണ്ടെന്ന് വെച്ചാൽ പ്രായമായവർക്കും വയ്യാത്തവർക്കൊക്കെ യാത്ര ചെയ്യാൻ നല്ല സൗകര്യമാണ്. ഒക്കെ ലിഫ്റ്റ് വരുന്നത് എങ്ങനെയെന്ന് അത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവർ. ഇനിയിപ്പോൾ
അതിങ്ങനെ നിവർത്തും, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിവർത്തും. സ്റ്റാൻഡ് പോലെയാക്കി മടക്കി വെച്ചിരിക്കിനി. അപ്പം ഇതിപ്പോൾ നിവർത്തൽ കഴിഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ലേ? ഒരു സ്റ്റാൻഡും കൂടി ഉണ്ട് നിവർത്തി. ഇനിയിപ്പോൾ ഒരു ബട്ടൺ സ്വിച്ച് അമർത്തുമ്പോൾ അത് താഴേക്ക് പോവും. താഴേക്ക് പോകണം. ഒരു സ്വിച്ച് ഇട്ട കഴിഞ്ഞപ്പോൾ താഴേക്ക് പോയി അത് ലിഫ്റ്റ്. അടിപൊളി സിസ്റ്റം. ട്രെയിനിലൊക്കെ ഇങ്ങനത്തെ സൗകര്യങ്ങൾ അല്ലേ, അതൊക്കെ ഇവിടെ തന്നെയേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അധികം തിരക്കില്ല ട്രെയിനിൽ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇടിച്ച് കയറൊന്നും വേണ്ട, സാവകാശം കയറിയാൽ മതി. 2 മിനിറ്റ് ട്രെയിൻ ഇവിടെ നിർത്തുന്നുള്ളൂ, എന്നാലും യാതൊരു തിരക്കൊന്നും ഇല്ലാണ്ട് ഓരോരുത്തരും കയറണതൊക്കെ. അമ്മാമ്മ ഇപ്പം ലിഫ്റ്റിൽ കയറി. ഇനിയിപ്പോൾ വേറൊരു സ്വിച്ച് അമർത്തുമ്പോൾ അമ്മാമ്മ തന്നെയാണ് ട്രെയിനിൻ്റെ വാതിക്കലേക്ക് എത്തും. പോണ് അമ്മാമ്മ. കണ്ട, ഇത് അടിപൊളി. ഈസി ആയിട്ട് നോക്കി അമ്മാമ്മ ഒരു പേടിയില്ലാണ്ട് ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. എത്ര പ്രായമുള്ള അമ്മാമ്മ നോക്കി. ഇനിയിപ്പോൾ അവരത് മടക്കി വെക്കാൻ പോകണം കേട്ടോ, ഫോൾഡ് ചെയ്യുന്നു. പാസഞ്ചേഴ്സൊക്കെ കയറി ട്രെയിൻ പോകേണ്ട സമയമായിട്ടാ. ബെല്ലടിക്കുന്നുണ്ട് ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആകെ 2 മിനിറ്റ് ഇവിടെ നിർത്തുള്ളൂ ഈ സ്റ്റേഷനിൽ. അപ്പോൾ നമ്മുടെ തൃശ്ശൂരൊക്കെ 3 മിനിറ്റ് നിർത്തുന്ന പോലെ ഇവിടെ 2 മിനിറ്റുള്ള സമയം ട്രെയിൻ പോകാൻ പോകണം. ഓക്കെ, അതിൻ്റെ ഒരു നീളം കണ്ടോ ട്രെയിനിൻ്റെ? എന്ത് നീളം നോക്കിയാൽ കുറേ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അകത്തൊന്നും നമുക്ക് കാണുന്നില്ല ശരിക്കും. ട്രെയിൻ മൂവായി. നല്ല ഫാസ്റ്റിൽ പോകുന്നുണ്ട് കേട്ടോ ട്രെയിൻ. ഇവിടെ ഭയങ്കര ചാർജ് എന്ന് പറയുന്നത് ട്രെയിൻ ടിക്കറ്റിന്, ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് കൂടുതൽ പൈസ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക. കമൻറ്റ് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ കാനഡയിലെ ട്രെയിനൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം സന്തോഷമൊക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.